ഒരു പുതിയ ഒരാളും കൂടെ വരാൻ പോവാടാ. കൺസീവ് ആണോന്നൊരു ഡൗട്ട്. ആകെ കൂടി ഭ്രാന്ത് എല്ലാ ചണ്ടി പണ്ടാരങ്ങളും വന്നിട്ട് കുറെ കുറ്റം കുറവൊക്കെ പറയും. ഒട്ടും പ്രിപ്പയർ അല്ല ഞങ്ങൾ. ഇപ്പൊ എങ്ങനെ വീട്ടിലറിയിക്കും? വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മ അവരൊക്കെ എന്തൊക്കെ പറയും? ഹലോ ഗായ്സ്, അപ്പോൾ C4 കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പക്ഷെ ഇന്നത്തെ ഒരു വിഷയം കുറച്ച് പ്രശ്നമുള്ള വിഷയം കേട്ടോ. എങ്ങനെ പറയുന്നത് എനിക്കൊരു കൊടുത്തില്ല. നീ തന്നെ പറ. നീ പറ. നീയായിട്ട് വരുത്തിയതല്ലേ? അല്ല, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാലും പോലെ ചില്ലറ ഡൗട്ടൊന്നല്ല, വേണ്ടാത്ത ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുള്ളത്. ഇപ്പം എങ്ങനെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു പിടുത്തമില്ല. എനിക്കല്ല, ഇവൾക്കൊരു ഡൗട്ടേ, ഇവള് കൺസീവ് ആണോന്നൊരു ഡൗട്ട്. എങ്ങനെ എനിക്കിപ്പോൾ തോന്നിയത്? ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ടോ? എന്ത്, ഇതൊന്നും ആദ്യത്തേലുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ രണ്ടാമത്തേല്? അല്ല, എന്തായാലും ആർക്കായാലും ഒരു ഇതുണ്ടാവുമല്ലോ. പക്ഷെ അറിയില്ല കേട്ടോ, സത്യം പറഞ്ഞെങ്കിൽ അറിയേയില്ല എന്താണ് സംഭവം ഏതാണെന്നൊന്നും. ഒരു ഡൗട്ട് മാത്രമാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ വൈകുന്നേരം ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോകണം എന്ന് വിചാരിക്കുന്നുണ്ടല്ലേ? വീട്ടിലെങ്ങനെ പറയാ? വീട്ടില് പറഞ്ഞില്ലെങ്കിലും എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? നമ്മള് ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അവരുടെ വായിന്ന് ചീത്തോട് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനതാ ചോദിക്കുന്നത്. ചിലപ്പോൾ അല്ലെങ്കിലും നമ്മൾ കേട്ടതൊക്കെ വെറുതെ ആയിപ്പോത്തില്ല. സത്യം പറയാണെന്നുണ്ടെങ്കിൽ ഒട്ടും പ്രിപ്പയർ അല്ല ഞങ്ങൾ. കാരണം പ്രിപ്പയർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിപ്പയറാണ് ഇതായി ഇരിക്കണം മുതൽ. ഇനിയിപ്പോൾ അടുത്ത പ്രിപ്പയറും കൂടെ താങ്ങാനുള്ള ഒരു ഇതില്ല. ഒന്നാമത് ഇപ്പോൾ ജോലി ഇല്ല, വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ വീണ്ടും ഒരു കുട്ടി എന്നുള്ള ലെവല് വരികയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഇനിയിപ്പോൾ ഇവൻ്റെ കാര്യം നമുക്ക് മര്യാദയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ തന്നെയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല ഗൈസ്. ഇതിപ്പോൾ എങ്ങനെ വീട്ടിലറിയിക്കും? വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മ അവരൊക്കെ എന്തൊക്കെ പറയും? എൻ്റെ അച്ഛൻ, ഇവളുടെ അച്ഛനമ്മയുണ്ട്, എൻ്റെ അച്ഛനമ്മയുണ്ട്. അല്ലെങ്കിൽ ജോലിയില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം തന്നെ തുടങ്ങിയിരിക്കണം. വേറെ വല്ല പണിക്ക് പോയിക്കൂടെ? അങ്ങനെയാണ്. നീ ഇപ്പോഴും യൂട്യൂബിൽ തന്നെ ഇരുന്നിട്ട് എന്താ കാര്യം? അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ഒരു കേസും കൂടെ അറിയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു പിടുത്തമില്ല. എന്തായാലും അവരോട് കാര്യം പറഞ്ഞേ പറ്റുള്ളൂ. ഞങ്ങൾ നാട് വിടേണ്ടി വരും. കാര്യം പറയാനല്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് എന്താ നോക്കിയിട്ടൊക്കെ പറയണ്ടായിരിക്കുന്നുണ്ട്. പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നല്ല തെറി പറയും. നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് പറയുന്നതായിരിക്കും നല്ലത്. പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ? പറയട്ടെ, നമ്മളത് നോക്കിയിട്ട് പറയുന്നതല്ലേ നല്ലത്. എനിക്കറിയാത്തോണ്ടിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സംശയത്തിൻ്റെ പുറത്ത് അവരോട് പറയുക. സംശയത്തിൻ്റെ പുറത്ത് അവരോട് പറയുമ്പോൾ അവർ പറയും അന്നേരം തന്നെ തെറി കേൾക്കും. നമ്മൾ ചെന്ന് സംശയത്തിൻ്റെ പുറത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി തെറി കേൾക്കും. അപ്പോൾ പിന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടല്ല ഇല്ലെന്ന് അറിയുവാണെങ്കിൽ വെറുതെ നമ്മൾ എന്തെങ്കിലും കേൾക്കേണ്ട ആവശ്യം? ഞാൻ അതാ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ വെറുതെ വഴി കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളത് കൺഫേം ആണെന്ന് അറിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ എല്ലാം കൂടി ചേർത്ത് ഒറ്റവട്ടം കേട്ടാൽ മതി. ഇത് വെറുതെ ആവശ്യമില്ല കേൾക്കണേ. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ഒന്നാമത് ആണെങ്കിൽ തന്നെ നമുക്ക് മാനസികമായിട്ട് തന്നെ ഒരു സമാധാനം കിട്ടത്തില്ല. നമ്മുടെ കാര്യം എനിക്കാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് ഒരു ഒത്തും പുറത്തും കിട്ടണില്ല. ഇനിയിപ്പോൾ ഇതെങ്ങാനും കൺഫേം ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ അത് അങ്ങനെ നമുക്ക് അറിയില്ല. കാരണം ഇപ്പൊക്ക് ജോലിയില്ല, ഒന്നുമില്ല, ആകെ കൂടി ഭ്രാന്ത് തന്നെ. അല്ല, ഒക്കെ കെട്ടിപ്പൂട്ടിയിട്ട് നീ ഗൾഫിലും പോകണം, ഞാൻ എൻ്റെ വീട്ടിലും പോകണം. അതായിരിക്കും അവസ്ഥ. ഞാൻ വരുമാനം കാര്യങ്ങളൊന്നുമില്ല, ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് കിട്ടുകയെന്ന് കേട്ടിട്ടില്ലേ? എല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നത്. ആദ്യം ജോലിയുടെ നമ്മൾ കുഴപ്പമില്ല പോയിക്കൊണ്ടിരിക്കുക, അപ്പോഴത്തേനും ജോലി
ജോലി പോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നൈസായിട്ട് പൈസയുടെ നമുക്ക് ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വീടിൻ്റെ പുറത്ത്. അതിൻ്റെ പൈസയും കാര്യങ്ങളും അടച്ച് കയ്യിലുള്ള എല്ലാം തീർന്നു. അതും തീർന്നു കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ ഇതാ ഇത് ബൈക്ക് വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുക. അത് അതിലും വലിയ വിഷയം. എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോന്നോരോന്നൊക്കെ പുറകെ വരിക. ഇപ്പൊ അപ്പൊ പറയുന്നത് ഇപ്പൊ വീട്ടില് പറയണ്ടെന്നോ? വീട്ടിൽ പറയാതെ നമുക്ക് പോയിട്ട് ചെക്ക് ചെയ്ത് വരാല്ലേ? വെറുതെ എന്തിനാ, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. സത്യം പറയല്ലോ, വഴക്ക് കേൾക്കാൻ എനിക്ക് താല്പര്യമേ ഇല്ല. നമുക്ക് എന്തായാലും വൈകുന്നേരത്ത് ഇറങ്ങാം. വൈകുന്നേരത്ത് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കൊക്കെയാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് ചോദിച്ചു ഒരു കഷ്ടം. ഓക്കെ ഗൈസ്, എന്തായാലും ഞങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കി കഴിഞ്ഞിട്ട് ഒരു പിടുത്തമില്ല കേട്ടോ, എന്താ ഉണ്ടാവാന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. ഈ ഒരു അവസ്ഥയല്ലേ നമുക്ക് കിട്ടുന്നതൊക്കെ എന്താ ഇങ്ങനെയെന്ന് അറിയത്തില്ല. എന്താ ഇങ്ങനെ ഓരോന്നിന് പിറകെ ഓരോന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ്. ശരി. ടാറ്റാ. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് കരുതിയിരിക്കുകയാണ്. എന്തായാലും പോയിട്ട് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കട്ടെ. നമുക്കിപ്പോഴും കൺഫേം അല്ലല്ലോ, എന്താണ് ഏതാണ് കേസൊന്നും നമുക്കറിയില്ല. എന്നാലും ഇവിടെ വീട്ടിൽ കുറച്ച് വർത്തമാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു മറുപടി നമ്മൾ കൊടുക്കണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്ന് പറയാം കേട്ടോ. ഓക്കെ, ഞാൻ ചെയ്യല്ലേ? ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു മിനിറ്റ് ഒന്ന് ഫ്രീ ആയിട്ട് വരാം കേട്ടോ, കുറച്ച് പറയാനുണ്ട്. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ പോയി ഡോക്ടറെ കണ്ടു, സംസാരിച്ചു, ചെക്കും ചെയ്തു. ഒരു കുഴപ്പമില്ല. എന്താ പറയുക, ഞങ്ങൾ ഇത്രയും നേരം പേടിച്ചിട്ടും പേടിച്ചിട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അല്ലേ. മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ കാണുമ്പോൾ ഉള്ള ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, എന്തോ ഒരു പോലെ ആയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ കുറ്റം പറയുന്നതിന് അവരെയും ഒന്നും പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇത്രയല്ലേ ഉള്ളൂ. ഇവന്റെ പ്രായവും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പൊ ആ നോക്കാൻ ടൈമിലും ആണല്ലോ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഇതൊക്കെ പെട്ടെന്ന് പോലെ ഇതുപോലെ വീണ്ടും ഒരാൾ പ്രഗ്നന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഞെട്ടിപ്പോയില്ലേ. പിന്നെ പറയും വേണ്ട, ഈ കുടുംബക്കാരുണ്ടാകുമ്പോൾ അമ്മ അച്ഛൻ എല്ലാ ചണ്ടിപ്പണ്ടാരങ്ങളും വന്നിട്ട് കുറേ കുറ്റം കുറവൊക്കെ പറയും. ഇതൊക്കെ ദൈവം തരുന്നതാണ്. ഇനിയിപ്പോൾ വന്ന് എങ്ങനെ ഇപ്പോൾ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സത്യമാണ്, റിയലായിട്ട് സംഭവം എന്താണ് നമ്മളെല്ലാവരും ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്കൊരു വിഷമവും കാര്യങ്ങളും എന്തുവാ നമുക്ക് അങ്ങനെ വേണ്ടാന്നൊന്നും അങ്ങനെ. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിന് ഒരു 4 വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് ഒരാൾ അവനൊരു കൂട്ടം എന്നുള്ള രീതിയിൽ വേണമെന്ന്. കാരണം അവന് ഇച്ചിരിയേ കാണത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം, അവനെ സ്നേഹിച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അവന് പിന്നെ ആ ഒരു അവോയ്ഡിങ് ഫീൽ ചെയ്യും. എനിക്കത് ആലോചിക്കുമ്പോഴാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേനും കുഞ്ഞുങ്ങളെ മാറ്റി കിടത്തുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ അടുത്തൊന്നും പെട്ടെന്ന് നമ്മളെ അങ്ങനെ അങ്ങ് മാറ്റി കിടത്താൻ പറ്റത്തില്ലല്ലോ. ഇപ്പോഴേ അവൻ വയറ്റത്ത് ചവിട്ടും ഇടിയും തൊഴിയും എന്നൊക്കെ ഞങ്ങൾ ഇടിയൊക്കകത്തൊക്കെ നോക്കിയാൽ അറിയാം. അവൻ ഭയങ്കര ഇടിയും ചവിട്ടും ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞുള്ളൊരു വിഷമം. അതുകൊണ്ടാണ് പിന്നെ ഒരു 4 വയസ്സ് ആ ഒരു ടൈമിൽ മതിയെന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചത്. പിന്നെ പെട്ടെന്ന് ഇനിയിപ്പോൾ നമ്മുടെ ആക്സിഡന്റിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് വിധിയാന്നാ പറയുക, അല്ലാണ്ടൊന്നുമില്ല. അതിനുള്ള മുൻകരുതൽ നമ്മൾ എടുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരുപാട് പേടിച്ചിട്ടും അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് എല്ലാവരും വിഷമത്തിലാക്കിയിട്ടും അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടും സങ്കടം തന്നിട്ടുള്ള ഓരോ മുഹൂർത്തങ്ങളൊക്കെ ആയിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ഹാപ്പി എൻഡിങ് ആയി, അത് അത്ര പറയാനുള്ളൂ ഗൈസ്. അപ്പം എന്നാൽ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ